ഹായ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ, ദാറ്റ് ഈസ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ ലാസ്റ്റ് പാർട്ട് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 2 ടോപ്പിക്സാണ് കവർ ചെയ്യുന്നത്. പ്രോസ് ആൻഡ് കോൺസ് ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതായത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, അതെല്ലാവർക്കും അറിയുന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ ഒന്നുമില്ല. ഏതൊക്കെ പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ ഫസ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നോക്കാം. സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ അതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് കോസ്റ്റ് ഇഫക്റ്റീവ്. കോസ്റ്റ് ഇഫക്റ്റീവ് എന്ന് പറയുമ്പം സോഷ്യൽ മീഡിയയിലൂടെ കോണ്ടൻറ്റ്സ് ഉണ്ടാക്കുന്ന ഫ്രീ ആണ്. ഒരു അക്കൗണ്ട് ഉള്ള ആർക്കും കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ പെയ്ഡ് ആഡുകളെ അപേക്ഷിച്ചിട്ട് അൺപെയ്ഡ് ആയിട്ട് വളരെയധികം ചിലവ് കുറഞ്ഞ രീതിയിൽ ആഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയയിലൂടെ സാധിക്കും. സെക്കൻഡ് വൺ ആണ് വൈഡ് റീച്ച്. സോ നമുക്ക് ട്രഡീഷണൽ മെത്തേഡിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ അറിയാം, ഒരു ലോക്കൽ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ആൾക്കാരിലേക്ക് മാത്രമേ എത്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ഗ്ലോബൽ റീച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ടാർഗറ്റഡ് അഡ്വർടൈസിങ് അനദർ അഡ്വാൻറ്റേജ് ആണ്. ദാറ്റ് ഈസ് നമുക്ക് നമ്മുടെ ഓഡിയൻസ് ആരാണെന്ന് അറിഞ്ഞ് അവരെ ടാർഗറ്റ് ചെയ്ത് അവരിലേക്കും അഡ്വർടൈസ്മെൻറ്റ്സ് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ സ്ട്രോങ് കസ്റ്റമർ എൻഗേജ്മെൻറ്റ്, ദാറ്റ് ഈസ് 2-way കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ ആണ്. കസ്റ്റമേഴ്സിനും സെല്ലേഴ്സിനും തമ്മിൽ, ദാറ്റ് ഈസ് വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിൽ 2-way കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് അത് ത്രൂ ലൈക്സ്, കമൻറ്റ്സ്, മെസ്സേജസ്, അങ്ങനെ പല രീതിയിലൂടെയും കസ്റ്റമേഴ്സുമായിട്ട് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ലേഴ്സിന് സാധിക്കും. ദെൻ അനദർ വൺ ഈസ് ഫാസ്റ്റർ ഫീഡ്ബാക്ക്. കസ്റ്റമേഴ്സ് അവരുടെ ഒപ്പീനിയൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കും. സോ അത് ബ്രാൻഡ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനും ഒക്കെ സാധിക്കും. ദെൻ ഇൻക്രീസ്ഡ് ബ്രാൻഡ് അവെയർനെസ്. റെഗുലർലി ഒരു ബ്രാൻഡിനെ കുറിച്ച് തന്നെ പോസ്റ്റ് ചെയ്താൽ ആൾക്കാരിലേക്ക് ആ ബ്രാൻഡിനെ കുറിച്ചുള്ള അവെയർനെസ് കൂടുതലായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ സപ്പോർട്ട്സ് കോണ്ടൻറ്റ് വെറൈറ്റി ടൈപ്പ് ഓഫ് കോണ്ടൻറ്റ്സ് ആയിരിക്കും. ചിലത് ഫോട്ടോസിലൂടെ ആവാം, വീഡിയോസിലൂടെ ആവാം, റീൽസിലൂടെ ആവാം. ഇങ്ങനെ വെറൈറ്റി ഓഫ് ഫോർമാറ്റ്സിലൂടെ ആൾക്കാരിലേക്ക് പ്രൊഡക്ട്സിനെ കുറിച്ച് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ലാസ്റ്റ് വൺ ഈസ് പെർഫോമൻസ് ട്രാക്കിംഗ്. ദാറ്റ് ഈസ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ടെക്നിക്ക് എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് എത്രത്തോളം ബെനിഫിഷ്യൽ ആണ് എന്ന് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. സോ അഡ്വാൻറ്റേജസ് പോലെ തന്നെ ചില ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ടൈം കൺസ്യൂമിങ്. ഓരോ കോണ്ടൻറ്റ് ഉണ്ടാക്കലും അത് പോസ്റ്റ് ചെയ്യൽ, അതിനെക്കുറിച്ച് റിവ്യൂ നടത്തുക, അത് ഫീഡ്ബാക്ക് എടുക്കുക, ഇതൊക്കെ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. സോ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ മാനേജേഴ്സിനെയൊക്കെ വെക്കേണ്ട ആവശ്യം വരും. സെക്കൻഡ് വണ്ണാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ക്യാൻ സ്പ്രെഡ് ക്വിക്ക്ലി. ഇപ്പം ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് വന്നാൽ അത് പെട്ടെന്ന് എല്ലാവരിലേക്കും എത്താനും അത് ബ്രാൻഡിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാനും കാരണമാകും. ദെൻ ഹൈ കോമ്പറ്റീഷൻ. ഇത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ടെക്നിക്സ് അപേക്ഷിച്ച് വളരെ ചീപ്പായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഏരിയയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അതുകൊണ്ട് തന്നെ ഇവിടെ മാർക്കറ്റ് ചെയ്യാനുള്ള ആൾക്കാർ വളരെയധികമായിരിക്കും, ഹൈ കോമ്പറ്റീഷനും ആയിരിക്കും. ദെൻ അൽഗോരിതംസ് കീപ് ചേഞ്ചിങ്. ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെയും അൽഗോരിതംസ് പെട്ടെന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനനുസരിച്ചിട്ട് അത് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. ദെൻ റിസ്ക് ഓഫ് സെക്യൂരിറ്റി ഇഷ്യൂസ്, ഡാറ്റ തെഫ്റ്റ്, അതുപോലെ തന്നെ ഹാക്കിങ്, കസ്റ്റമർ ഇൻഫർമേഷൻ മിസ്യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ള റിസ്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ടു മച്ച് ഡിപ്പെൻഡൻസി ഓൺ ഇൻ്റർനെറ്റ്. ദെൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് നമുക്ക് മെഷർ ചെയ്യാം എത്രത്തോളം റിട്ടേൺ കിട്ടുന്നുണ്ടെന്നാൽ അത് മെഷർമെൻറ്റ് ഡിഫിക്കൽട്ടാണ്. ദെൻ അതുപോലെ തന്നെ കൃത്യമായിട്ടൊരു സോഷ്യൽ മീഡിയ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആവശ്യവും ഉണ്ടാവും. സോ ദീസ് ആർ സം ഓഫ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇനി നമ്മൾ ലാസ്റ്റ് നോക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ്. നമുക്ക് സിലബസിൽ പറയുന്നുണ്ട് വേരിയസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അത് പ്രത്യേകിച്ച് ഒരു ക്ലാസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു ഏരിയ തന്നെയാണ്. സോ ഞാൻ പഠിക്കേണ്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണെന്ന് പറയാം. ദാറ്റ് ഈസ് ഫേസ്ബുക്ക്, എക്സ് അല്ലെങ്കിൽ ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ, സ്നാപ്ചാറ്റ്, പിൻട്രസ്റ്റ്, യൂട്യൂബ്, ടിക്ടോക്ക്, വാട്സപ്പ്, ടെലിഗ്രാം. ഇത്ര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ കുറിച്ചിട്ടും അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അവെയർ ആയിരിക്കുക. സോ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ വീഡിയോ ആണ്. എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, അതുപോലെ തന്നെ വേരിയസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. സോ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. താങ്ക്